എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 24 ചൊവ്വ. കൊല്ലവർഷം 1201 മീനമാസം 10-ാം തീയതി. ഇന്നത്തെ ഗ്രഹനില നോക്കാം. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം. ഇന്ന് മേടക്കൂറുകാർക്ക് അല്പം ജാഗ്രത വേണ്ട ദിവസമാണ്. കാര്യതടസ്സം, ചെറിയ തോതിലുള്ള കലഹങ്ങൾ, ഇച്ഛാഭംഗം എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ശത്രുശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി തോന്നാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഇടവക്കൂറ് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി മകയിരം അരഭാഗം. ഇന്ന് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട്. അംഗീകാരങ്ങളും ആദരവുകളും നിങ്ങളെ തേടിയെത്തും. ദൂരയാത്രകൾ ഫലപ്രദമാകും. മിഥുനക്കൂറ് മകയിരം അരഭാഗം, തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ഇന്ന് അല്പം അലച്ചിൽ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. കാര്യപരാജയവും മനപ്രയാസവും ഉണ്ടായേക്കാം. അനാവശ്യമായ ചിലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണമിടപാടുകളിൽ സൂക്ഷിക്കണം. ശരീര സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിശ്രമം ആവശ്യമാണ്. കർക്കിടകക്കൂറ് പുണർദം കാൽഭാഗം, പൂയം ആയില്യം. ഇന്ന് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ദിവസമാണ്. കാര്യവിജയം, സാമ്പത്തിക ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ഇഷ്ട ഭക്ഷണ സമൃദ്ധിയും ബന്ധുസമാഗമവും ഉണ്ടാകും. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും. ജോലിയിൽ ചില വിരക്തികൾ തോന്നാമെങ്കിലും പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് ലാഭം ലഭിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട്. പ്രണയിതാക്കൾ തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. കന്നിക്കൂറ് ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര അരഭാഗം. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ പ്രോജക്റ്റുകളിൽ പങ്കാളിയാകാൻ അവസരം ലഭിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. തുലാക്കൂറ് ചിത്തിര അരഭാഗം, ചോതി വിശാഖം മുക്കാൽ ഭാഗം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇന്ന് ശ്രദ്ധ വേണം. തൊഴിൽപരമായ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. എങ്കിലും സുഹൃത്തുക്കളുടെ സഹായം കൃത്യസമയത്ത് ലഭിക്കുന്നത് ആശ്വാസമാകും. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ടു പോവുക. വൃശ്ചികക്കൂറ് വിശാഖം കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഇന്ന് നിങ്ങൾക്ക് അഷ്ടമരാശി വരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പാലിക്കണം. വലിയ നിക്ഷേപങ്ങൾക്കോ പുതിയ തുടക്കങ്ങൾക്കോ ഇന്നത്തെ ദിവസം അത്ര അനുയോജ്യമല്ല. വാഹനയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം. ധനുക്കൂറുകാർക്ക് ഇന്ന് സമാധാനപരമായ ദിവസമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. വിദേശത്തു നിന്ന് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. മകരക്കൂറ് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം അരഭാഗം. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. എതിരാളികളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് വിജയകരമായി പൂർത്തിയാക്കും. കുംഭക്കൂറ് അവിട്ടം അരഭാഗം, ചതയം പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും കഴിവുകൾ വളർത്തുവാനും അനുകൂലമായ സമയം. തൊഴിൽപരമായ യാത്രകൾ ഗുണകരമാകും. സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. മീനക്കൂറ് പൂരുരുട്ടാതി അരഭാഗം, ഉത്രട്ടാതി രേവതി. ജോലിസ്ഥലത്ത് പുരോഗതിയും പുതിയ പ്രോജക്റ്റുകളിൽ നിന്ന് ലാഭവും പ്രതീക്ഷിക്കാം. അലസത ഒഴിവാക്കി പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.